കുഴിപ്പള്ളി പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം അയ്യമ്പള്ളി സാമൂഹ്യ സേവാസമിതി ഹാളിൽ വെച്ച് നടന്നു. സെക്രട്ടറി CK ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP സാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഫ്രാഗിന്റെ സെക്രട്ടറി അനിൽ ഫ്ലാവിയൻസ്, എടവനക്കാട് അഫെക്സ് പ്രസിഡന്റ് D രാമകൃഷ്ണൻ പിള്ള, പള്ളിപ്പുറം അഫെക്സ് പ്രസിഡന്റ് സേവി താണിപ്പിള്ളി തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. MK അയ്യപ്പന് വേണ്ടി മകൾ അനുമോദനം ഏറ്റുവാങ്ങി. KS രതീഷ് കുമാർ, പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും PV സജീവൻ അവതരിപ്പിച്ചു. അനിൽകുമാർ വെസ്റ്റൻ നന്ദി സമയക്കുറവുകൊണ്ട് ഈ യോഗം നീണ്ടുപോയി. മറ്റു പലർക്കും ശാരീരികമായിട്ട് അസുഖങ്ങളെ കൊണ്ടും യോഗം നടത്താൻ പറ്റാതെ പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവിടെ മേൽഘടകമായ ഫ്ലാഗിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം അപെക്സ് കൗൺസിലിന്റെ വാർഷിക പൊതുയോഗം നടത്തണം. അപെക്സ് കൗൺസിലിന്റെ വാർഷിക പൊതുയോഗം നടത്തിയതിനു ശേഷം മാത്രമേ മേൽഘടകമായ ഫ്ലാഗിന്റെയും പൊതുയോഗം നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള തീരുമാനമുണ്ടായിരുന്നെങ്കിലും നമുക്കല്പം താമസിച്ചു പോയതുകൊണ്ട് അന്ന് കൂടിയ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നിലവിലെ കമ്മിറ്റി തന്നെ അപെക്സ് കമ്മിറ്റി മുന്നിലേക്ക് തുടർന്നു പോകാനും എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അപെക്സ് കൗൺസിലിന്റെ കൗൺസിൽ മീറ്റിംഗ് നടത്താം എന്നുള്ള ധാരണയിലെത്തിയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയത്. കുഴിപ്പള്ളി പഞ്ചായത്തിലെ ഏതാണ്ട് 20ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിലും നിലവിൽ ഇന്ന് 14 റെസിഡൻസ് അസോസിയേഷനുകളാണ് പ്രവർത്തന രംഗത്തുള്ളത്. ഈ കഴിഞ്ഞ ഏതാനും 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെ പുതിയ ഭരണസമിതി നിലവിൽ വരികയും ആ ഭരണസമിതി എല്ലാവരും എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ അപെക്സ് കൗൺസിൽ യോഗം നടത്താൻ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ കുഴിപ്പള്ളി പഞ്ചായത്തിലെ ഏതാണ്ട് 14 റെസിഡൻസ് അസോസിയേഷനുകളിൽ 11 റെസിഡൻസ് അസോസിയേഷനുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലിപ്പോ 14 വർഷങ്ങൾക്ക് മുമ്പ് ഈ അപെക്സ് കൗൺസിലിന്റെ രൂപീകൃതമായെങ്കിലും അന്ന് മുതൽ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം മാത്രമേ ഞാൻ ഈ അപെക്സ് കൗൺസിലിൽ നിന്നും മാറുന്ന ഒരു കമ്മിറ്റി മെമ്പറായിരുന്നെങ്കിലും അപെക്സ് കൗൺസിലിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്നു. ചില അപെക്സ് കൗൺസിലിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത വ്യക്തികൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞാനും അപെക്സ് കൗൺസിലിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രസിഡന്റും സെക്രട്ടറിയായിട്ടും പലതും മാറി മാറി അങ്ങനെ പ്രവർത്തിച്ചു. ഇന്നിപ്പോൾ 6 വർഷമായിട്ട് അപെക്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാഗിന്റെ ഏറ്റവും ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ ഫ്ലാവിയൻസ്, കുഴിപ്പള്ളി അപെക്സിന്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ CK ബാബു, അതുപോലെ തന്നെ പള്ളിപ്പുറം അപെക്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ സേവി താണിപ്പിള്ളി, എടവനക്കാട് അപെക്സിന്റെ പ്രസിഡന്റ് ശ്രീ D രാമകൃഷ്ണൻ പിള്ള, നമ്മുടെ ഈ കുഴിപ്പള്ളി അപെക്സിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ വെസ്റ്റൻ, അതുപോലെ തന്നെ ട്രഷറർ PV സജീവ്, ഇതിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ MM വർഗീസ് ഉൾപ്പെടെയുള്ള ഞാൻ വളരെയേറെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ബഹുമാനിക്കുവാനും കടപ്പെട്ടിരിക്കുന്ന കുഴിപ്പള്ളി അപെക്സിന്റെ സാരഥിമാരെ, വളരെ പ്രത്യേകിച്ച് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ വൈദ്യുതിക്കരയിലെ ഉരുക്കുവനിത എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടി സ്നേഹത്തോട് വിളിക്കുന്ന ഉൾപ്പെടെയുള്ള വനിതാ സാരഥികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. സുഖവും സമാധാനവും ഒരുപാട് സർവശക്തനായ പങ്കരാനോട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും നമ്മൾ ഈ മീറ്റിംഗ് 45 മിനിറ്റ് വൈകിയാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് വലിയ ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. വലിയ രസത്തോടെ പറഞ്ഞിട്ടായിരുന്നു നേരത്തെ തന്നെ. നമുക്കെല്ലാം പണ്ടും ഞാൻ പലപ്പോഴും കളിക്കുന്ന കാലഘട്ടത്തിലേക്ക് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും കളിക്കുന്ന കാലത്തിൽ എപ്പോഴും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇപ്പോഴും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എപ്പോഴും കളിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് എന്ന് പറയുന്ന പോലെ. എന്തായാലും ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കുഴിപ്പള്ളി അപെക്സ് വളരെ അധികം റെസിഡൻസ് അസോസിയേഷനുള്ള അംഗത്തിനുള്ള ഒരു വലിയ അപെക്സ് അല്ലായെങ്കിലും
അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായി നടക്കുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഫ്രാഗ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പുൽപ്പള്ളി അപെക്സിന്റെ സജീവമായ ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ ചേട്ടൻ, ദേവി ചേച്ചി, അനിൽ, അതുപോലെ തന്നെ CK ബാബു ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ സജീവകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ എപ്പോഴും സജീവമായിട്ട് തന്നെ ഫ്രാഗിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം മുസ്ലിംസുകളുടെ നഗരപ്രവേശം നമ്മൾ 2 വർഷക്കാലം നമ്മൾ മുന്നോട്ട് വെച്ച ഒരു സമര പരമ്പരയാണ്. അത് ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അത് ഫലമണിയിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിന് പിന്നിൽ ഒരു കൈപിടിച്ച കുഴപ്പമില്ല, അത് രക്തഓട്ടം വർദ്ധിപ്പിക്കും. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ ഘടകം റെസിഡൻസ് അസോസിയേഷനുകൾ കാണുന്ന സത്യത്തിൽ അതിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ പൂർണ്ണമായും നൽകേണ്ടത്. അതിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ അനിൽ ഭാഗ്യൻസ് അടക്കമുള്ള, ചന്ദ്രശേഖരൻ അടക്കമുള്ള, സേവി രാമകൃഷ്ണനുള്ള, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങുന്നപ്പോഴേയും ഞാൻ ഓരോ അപേക്ഷകളുടെയും നേതൃത്വങ്ങൾ വളരെ സജീവമായിട്ട് നമ്മൾ നയിച്ചതിന്റെ അല്ലെങ്കിൽ ആ സമരം നമ്മൾ വളരെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയതിന്റെ ഫലമായിട്ടാണ് അതിനെ നമുക്ക് വിജയപഥത്തിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് അതിന് ഓർഡർ വന്ന് 4 ബസ്സുകൾക്ക് വൈറ്റില വരെയും അതുപോലെ വൈറ്റില ഹബ്ബ് വരെയും അതുപോലെ കാക്കനാട്ടേക്കും വൈപ്പിൻകരയിൽ നിന്ന് നഗരത്തിൽ പ്രവേശിക്കാൻ വളരെ ഓടിയെത്താനുള്ള അനുമതി നമുക്ക് ലഭിച്ചു. ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അതിന്റെ ടൈം ഷെഡ്യൂൾ എല്ലാം കണക്കിലെടുത്ത് ഏതാണ്ട് 10-45 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബസ്സുകൾ ഓടിത്തുടങ്ങും. നമുക്കെല്ലാം വളരെ സമയലാഭവും കിട്ടും, ധനനഷ്ടം നമ്മളിൽ നിന്ന് ഒഴിവാകും. വളരെ ആപൽക്കരമായ ഭീഷണി തന്നെ ബസ്സിൽ മാറി കയറുന്നു നമുക്കുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് പരിഹരിക്കപ്പെടും. നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള സുസ്ഥിരമായ സേവനത്തിനാണ് ഈ പുൽപ്പള്ളി പഞ്ചായത്ത് കൗൺസിൽ കമ്മിറ്റി സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ശാരീരിക അസ്വസ്ഥതകളും മോചനം ഉണ്ടാക്കിയത് യോഗം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഫ്രാഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ UP സാബു, ഫ്രാഗിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഫ്രാഗിന്റെ ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ D രാമകൃഷ്ണപിള്ള, ഫ്രാഗിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പള്ളിപ്പുറം അപെക്സിന്റെ പ്രസിഡന്റുമായ ശ്രീ സേവി താമരപ്പള്ളി, നമ്മുടെ അപെക്സിന്റെ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ CK ബാബു, പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ സജീവ്, ദേവി ചേച്ചി, പ്രിയപ്പെട്ട ശ്രീ MM വർഗീസ്, അലക്സ് അടക്കമുള്ള ഏറ്റവും പ്രിയമുള്ള അപെക്സ് കുടുംബാംഗങ്ങൾ, എന്നെ സംബന്ധിച്ചൊരു ഈ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളുടെ കല്യാണം നടക്കുകയാണ്. 12 മണിക്ക് മുളന്തുരുത്തിയിലെത്താം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഞാനിത് 9:30 വെച്ചുകൊണ്ട് 11 മണിക്ക് വീട്ടിലെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഭാര്യ വിളിച്ച് പറഞ്ഞു അവർ പോവുകയാണ്, എന്നോട് പുറകെ വരാൻ. ഇത് നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടാവുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ്. നമ്മള് അതിലും വലുതാണ് ഈ ഒരു മീറ്റിംഗ് എന്നുള്ള നിലയിലാണ്. ഞാൻ ഒരാളെ പരാമർശിക്കാൻ വിട്ടുപോയി. നമ്മുടെ അപെക്സിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അനിൽ വെസ്റ്റൻ അടക്കമുള്ള ഏറ്റവും പ്രിയമുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ ഇന്നത്തെ മീറ്റിങ്ങിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് കരുതുന്നത് കൊണ്ട് തന്നെയാണ് ഇനി എൻ്റെ വ്യക്തിപരമായ കുടുംബ പ്രശ്നം മാറ്റിവെച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നു. കാര്യം ഫ്രാഗിനെ സംബന്ധിച്ച് ഫ്രാഗിൻ്റെ ഒരു വലിയ നേതൃത്വ നിര ഇവിടെ ഉണ്ട്.
കാര്യം ഈ ബോഡിയാണ് കുഴുപ്പള്ളി പഞ്ചായത്തിന്റെ വികസന കാര്യത്തിൽ, അതല്ലെങ്കിൽ കുഴുപ്പള്ളി പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന, പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ബോഡി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.